കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങനെയാണ് ഫോം ചെയ്തതെന്നറിയോ? അതായത് പിന്നെ ഒരു ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് അവരെല്ലാവരും പാരസൈറ്റ് ആണ്, അതായത് അവരെല്ലാം കോക്രോച്ച് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നീട് തിരിച്ച് അയാൾ വന്നിട്ട് അതിന് ക്ലാരിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ ഉള്ള ക്ലാരിറ്റി വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിയുടെ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു പാർട്ടി ഇന്ന് ഫോം ചെയ്തിരിക്കുകയാണ്. ഫോം ചെയ്തത് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കനിലുള്ളൊരു പിന്നെ ഒരു പുള്ളിക്കാരനാണ് ഈ ഒരു പാർട്ടി ഫോം ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നല്ല ട്രെൻഡിങ് ആണ്. 8.9 മില്യൺസ് ഇന്ന് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എൻ്റെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ ഓൾറെഡി പുള്ളിയുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടിയെക്കുറിച്ച്. എന്തായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ പരിധിയിലൊന്നും ഈ ഒരു പാർട്ടി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും അറിയില്ല. യൂത്തിന് വേണ്ടിയിട്ട് ഈ പുള്ളി തുടങ്ങിയതാണ്. ഈ ഇന്ത്യയിലെ യൂത്ത് പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പാരസൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ അധിക്ഷേപത്തിന് കാരണമായിട്ട് ഇന്ന് ഈ പുള്ളി തുടങ്ങിയ ഒരു പേജാണ്. പക്ഷേ 8.9 മില്യൺസ് ഇന്ന് ട്രെൻഡിങ് ആയി ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തവർ കയറി കണ്ടോ, എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.